6 മക്കൾക്ക് സംഭവിച്ചത് ഇനി ഒരു മക്കൾക്കും ലോകത്താരും സംഭവിക്കരുത് എന്ന് തന്നെ എല്ലാ ദിവസവും ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ തുടക്കം മുതലേ ചതിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റുന്നില്ല. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം വാക്കുകൾ വരണമെങ്കിൽ അവർ ആ കേസിനെ എത്രമാത്രം പരിഗണിച്ചിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം ക്രൂര മനസ്സുള്ള വ്യക്തിക്ക് എങ്ങനെ IPS കൊടുക്കാൻ പോകുന്നത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അറിയാം. കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് എനിക്ക് 100% ഉറപ്പാണ്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയുള്ള പറയുന്നത് കൈ പിടിച്ചുകൊണ്ട് കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥന്മാർക്കൊരു തക്കതായ നടപടിയെടുക്കും. ലോകത്തെല്ലാ പെൺപിള്ളേരും അമ്മമാരും മുടി വെച്ച് നടക്കുമ്പോൾ ഞാനിന്ന് തലമുട്ട അടിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ കാരണം എന്താ? സോജൻ്റെ തലയിലെ തൊപ്പി ഊരിയാൽ മാത്രമേ ഞാൻ തലയിൽ മുടി വളർത്തുള്ള വാക്ക് പാലിച്ചുകൊണ്ട് എൻ്റെ സമരപ്പന്തലും ഞാൻ തലമുണ്ടനം ചെയ്തതാണ്. ഇന്ന് ഹോം സെക്രട്ടറിയെ കാണാൻ വന്നതിൻ്റെ ഉദ്ദേശം ചോദിച്ചാൽ സോജൻ്റെ IPS തടയുക എന്നുള്ളത് തന്നെയാണ്. DYSP സോജന് IPS കൊടുക്കാൻ വേണ്ടി കേരള സർക്കാർ ശുപാർശ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞു. അത് തടയുക എന്നുള്ളത് തന്നെയാണ്. അത് തടയാൻ വേണ്ടി നമ്മൾ കുറേ പ്രാവശ്യം ഹൈക്കോടതിയിലും കുറേ ഉദ്യോഗസ്ഥന്മാർക്ക് കത്ത് കൊടുക്കലും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ സെപ്റ്റംബറിനാണെന്ന് തോന്നുന്നു സോജൻ്റെ IPS കൺഫേം ചെയ്യണമെങ്കിൽ അമ്മയെ കേട്ട് മതി എന്ന് കോടതി ഉത്തരവുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ ഈ നേരം വരെ അവർ നമ്മളെ വിളിക്കുകയോ ഒന്ന് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഈ കൂടിക്കാഴ്ച പോലും അത് കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടി അമ്മയെ കണ്ടു കേട്ടു എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ സംശയിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ നമ്മൾ കൊടുത്ത പരാതിയും പെൻഡ്രൈവർ ഉൾപ്പെടെ എല്ലാം മൂപ്പര് വ്യക്തമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തു. 24 ചാനലിലൂടെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറയുന്നതല്ല, അത് സത്യമാണെന്നുള്ളത് അയാൾ കേൾക്കുകയും ചെയ്തു. പക്ഷേ ഈ കേട്ടതിൻ്റെയൊക്കെ ഭാഗത്തിൽ ഒരു പക്ഷേ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് നടപ്പിൽ വന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ തുടക്കം മുതലേ ചതിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയും നമ്മൾ കൊടുത്ത എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കിയിട്ട് മൂപ്പര് സത്യസന്ധമായിട്ട് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ 100% ഞങ്ങളത് അംഗീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീഴ്ച വരുത്തി എന്നാണ് അമ്മ പറയുന്നത്. അതുകൊണ്ടാണോ ഈ അദ്ദേഹത്തിൻ്റെ IPS തടയണമെന്നുള്ളത് തീരുമാനം? വീഴ്ച വരുത്തി പറഞ്ഞാൽ മക്കളുടെ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, കോടതിയിൽ കേസ് നടക്കുന്ന സമയത്തും മാത്രമല്ല സോജനാണ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് മക്കളെ കുറിച്ചിട്ട് മോശമായിട്ട് 24 ചാനലിലൂടെ വിളിച്ച് പറയുന്നത്. കോടതി കേസിൻ്റെ വിധി വന്നിട്ട് പോലുമില്ല. ആ സമയത്താണ് മൂപ്പര് ഇത് പറയുന്നത്. അപ്പോൾ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം വാക്കുകൾ വരണമെങ്കിൽ അവർ ആ കേസിനെ എത്രമാത്രം പരിഗണിച്ചിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രതികൾ 1.5 വർഷം 2 വർഷം അവർ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞു, അതിൽ തെളിവുകളില്ല എന്ന് കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനാണ് തീരുമാനിച്ച് പറയുന്നത്. അത് കോടതി വിധി വരുന്നതിന് മുമ്പ് പറയണമെങ്കിൽ ഉൾവിളി വന്നോ ആൾക്ക്? അപ്പം അത് നോക്കണമല്ലോ. അപ്പോൾ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് എത്രമാത്രം ഇതിൽ താല്പര്യം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാനല്ലേ ഉള്ളൂ. അപ്പം ഈ 12, 9 വയസ്സുള്ള മക്കളെ കുറിച്ച് ലോകം കേൾക്കെ വിളിച്ച് പറയണമെങ്കിൽ ഒരു അച്ഛനായിട്ട് നിന്നിട്ട് ഒരിക്കലും ഒരാൾക്കും സാധിക്കില്ല അത്. അപ്പോൾ അവർ എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ എൻ്റെ മക്കളെ മോശമായിട്ട് പറഞ്ഞെന്നുള്ളത് നമുക്കറിയില്ല. അതിന് എതിരായിട്ട് തന്നെയാണ് നമ്മൾ. ഒരിക്കലും സോജന് IPS കൊടുക്കുന്ന ഇത്തരം ക്രൂര മനസ്സുള്ള വ്യക്തിക്ക് എങ്ങനെ IPS കൊടുക്കാൻ പോകുന്നത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അറിയാം. സോജൻ ഓരോ കേസ് അന്വേഷിച്ചതും ആ കേസുകൾ ഏതൊക്കെ രീതിയിൽ അട്ടിമറിച്ചിട്ടുണ്ടോ എന്നുള്ളതും. പക്ഷേ സോജനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം അത് കാണുന്നുമില്ല, അറിയുന്നുമില്ല. അദ്ദേഹത്തിൻ്റെ IPS തടയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പോരാട്ടവും നടത്തുമെന്നാണ് അമ്മ പറയുന്നത്. തീർച്ചയായിട്ടും ഇതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും. കാരണം എൻ്റെ മക്കളിങ്ങനെ ലോകം കേൾക്കാൻ, ഇനി എൻ്റെ മക്കളെന്ന് മാത്രമല്ല ലോകത്തിന് ഒരു മക്കളെ കുറിച്ചിട്ടും സോജൻ്റെ വായിൽ നിന്ന് അങ്ങനത്തെ ഒരു വാക്ക് വരരുത്. അങ്ങനെ മക്കളുടെ പ്രായം പരിഗണിച്ചുകൊണ്ട്, അതായത് 12, 9 വയസ്സ് മക്കൾ പറയുമ്പം ഒന്ന് ചിന്തിച്ച് നോക്കണം. അവർക്ക് ലൈംഗിക ബന്ധത്തിന് ഇഷ്ടമായിരുന്നു, കൂടെ ചെല്ലുമായിരുന്നു എന്ന്. ആളുടെ മക്കളെ പറഞ്ഞയച്ചു വിടും അതുപോലെ. അദ്ദേഹം ഈ കേസ് അട്ടിമറിക്കാൻ പ്രതികൾക്കൊപ്പം നിന്നു എന്ന കാര്യം എന്ന് അമ്മ സംശയിക്കുന്നുണ്ട്. സംശയിക്കില്ല, സത്യം അതാണല്ലോ. സംശയമല്ല, സത്യം അതാണ്. പ്രതികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണല്ലോ മക്കളെക്കുറിച്ച് മോശമായിട്ട് 24 ചാനലിലൂടെ വിളിച്ച് പറയുക. കേസിൻ്റെ വിധി വരുന്നതിൻ്റെ മുമ്പ് തന്നെ മൂപ്പരിങ്ങനെ പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് വാളയാർ കേസിനെ എത്രമാത്രം അവർ പരിഗണിച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് അതും തന്നെ മനസ്സിലാക്കാനല്ലേ ഉള്ളൂ. സംസ്ഥാന സർക്കാരാണ് അദ്ദേഹത്തിന് IPSന് വേണ്ടി ശുപാർശ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നടത്തിയ ഈ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിക്ക് കൊടുത്ത ഈ ഒരു കത്തിൽ നിന്നും നീതി ലഭിക്കും, അതായത് അദ്ദേഹത്തിൻ്റെ IPS തടയപ്പെടും എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അതന്നെ പറഞ്ഞില്ല. ഇവർക്ക് കൊടുത്തതിൽ നമ്മൾ കൊടുത്ത പരാതി എല്ലാം അവർ പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കാണാൻ അവർ ഈ കൊടുത്ത വീഡിയോസ് ആണെങ്കിലും പെൻ ഡ്രൈവിൽ കൊടുത്തത് എല്ലാം അവർ കേട്ട് നമ്മളെ കാണാൻ എല്ലാം കേട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്.
പക്ഷെ അതിൽ അവർ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി, ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അമ്മയെ കേട്ടു എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയാണോ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഇതിൽ സത്യാവസ്ഥയിൽ നടപടി വന്നാൽ മാത്രമേ നമുക്കിതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. സോജൻ്റെ IPS തടഞ്ഞു എന്നുള്ളത് ഇവരുടെയൊക്കെ ഇടപെടലിലൂടെ അത് തടഞ്ഞ് നിർത്താൻ പറ്റിയെന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുള്ളൂ. അവർക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് അവരെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അവര് ക്ഷണിച്ചിട്ടാണല്ലോ നമ്മളിങ്ങോട്ട് വരുന്നത്. ക്ഷണിച്ചിട്ടാണോ അല്ലേ? ഇത് അവർ അമ്മയുടെ ഭാഗം കേൾക്കുന്നതിന് അദ്ദേഹത്തിന് IPS കൊടുക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഭാഗം കേൾക്കണമെന്നുള്ള കോടതിയുടെ ഉത്തരവ്, ആ ഉത്തരവ് പ്രകാരമാണ് ഇന്ന് എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു വരുത്തിയതിൻ്റെ ഉദ്ദേശം. കാരണം അതാ ഞാൻ പറഞ്ഞത്, കോടതി പറഞ്ഞിട്ട് വർഷം 1 കഴിഞ്ഞ സെപ്റ്റംബറിൽ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞ് സെപ്റ്റംബറായി, 1 വർഷം ആവാറായി. നാളെ ഇതുവരെയായിട്ടും അവർ ആരെങ്കിലും ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഈ കൂടിക്കാഴ്ച ഞാൻ സംശയിക്കുന്നത് അങ്ങനെയാണ്. കാരണം അമ്മയെ കേട്ടു എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് അത് എൻ്റെ സംശയത. കാരണം വെച്ചാൽ തുടക്കം മുതലേ നമ്മൾ ചതിക്കപ്പെട്ടതുകൊണ്ട് ആരെയും എനിക്ക് കണ്ണും പൊട്ടി വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ കൂടിക്കാഴ്ച വരെ കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മളെ കേട്ടു എന്നുള്ളത് വരുത്തി തീർക്കുകയാണോ, അതല്ല മറിച്ച് ഈ ചീഫ് സെക്രട്ടറിയും ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇതെല്ലാം സത്യാവസ്ഥ അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടും സോജൻ്റെ IPS തടയാൻ നല്ല മനസ്സ് കാണിച്ച് നിൽക്കുകയാണെങ്കിൽ ഞങ്ങളതിനെ നമിക്കുന്നു, ഒരിക്കലും തള്ളിക്കളയുന്നു. ആ ഒരു പ്രതീക്ഷയുണ്ട്. ആള് നമ്മളെ കേട്ടതിൻ്റെ പേരിൽ എനിക്കതൊരു പ്രതീക്ഷ ഉണ്ട്. പക്ഷെ അത് നടപ്പിൽ വന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അവരുടെ ഈ നടത്തിയ ചർച്ച പ്രതീക്ഷ തരുന്നുണ്ടോ? അതാ പറഞ്ഞു, പോയി കഴിഞ്ഞ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കണ്ട് ഇറങ്ങി പോകലാണ് പോലും. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ ഒരു അരമണിക്കൂർ ഇരുന്ന് ഞങ്ങൾ സംസാരിച്ചു. പിന്നെ കൂടെ വന്ന ഉദ്യോഗസ്ഥന്മാരെ ഇറങ്ങി പോയി കഴിഞ്ഞ ശേഷം, അതായത് സോജന സപ്പോർട്ടിങ്ങായിട്ട് 3 ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നു. അവർ പോയി കഴിഞ്ഞ ശേഷം ഞങ്ങൾ 3 പേര് മാത്രം ഇരുന്ന്, അതായത് ചീഫ് സെക്രട്ടറി, സല്ലേട്ടൻ, ഞാൻ 3 പേര് മാത്രം ഇരുന്ന് ഈ പെൺ ഡ്രൈവറെല്ലാം കേട്ടു, കാണുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അത് നമ്മളെ കാണാൻ ഇതെല്ലാം ചെയ്തതിൻ്റെ പേരിൽ എനിക്കൊരു ചെറിയൊരു വിശ്വാസമുണ്ട്. കാരണം വെച്ചാൽ സർക്കാരുടെ കാര്യമല്ലേ, അവസാനം കൊണ്ട് പ്രതീക്ഷ. ഞാനിതൊക്കെ കുറേ മുമ്പ് എനിക്ക് അബദ്ധം പറ്റിയതോ അതാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് എനിക്ക് 100% ഉറപ്പാണ്. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുള്ള പറയുന്നത് കൈ പിടിച്ചുകൊണ്ട് കേസ് അട്ടിമറിച്ച് ഉദ്യോഗസ്ഥന്മാർക്കൊരു തക്കതായ നടപടിയെടുക്കും, മക്കളുടെ കൊലപാതകളിലെ കണ്ടെത്തി തരുന്നു പറയുമ്പോൾ പിന്നെ ഞാൻ വേറെ ആരുടെ വാക്കാണ് വിശ്വസിക്കേണ്ടത്? അങ്ങനെ അത്ര വലിയ മനുഷ്യൻ്റെ വാക്ക് പോലും എന്നെ ഒന്നും അല്ലാതാക്കിയെന്ന് തെരുവിൽ കൊണ്ടെത്തിച്ച്. അപ്പം പിന്നെ ഇവരെയൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കണമെങ്കിൽ അവർ ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളിത് കേട്ടതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അത് നടപ്പിൽ വന്നാൽ മാത്രമേ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ചിന്തിക്കുകയാണെങ്കിൽ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അത് അന്വേഷിച്ച് മുന്നോട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഞങ്ങൾക്കൊരു നീതി കിട്ടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം സോജൻ്റെ IPS തടയുക എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് കൊടുത്തല്ലോ, അമ്മയുടെ ഭാഗം പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ നിന്നും നീതി ലഭിച്ചില്ല, ഇദ്ദേഹത്തിൻ്റെ IPS തടയപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പ് ചോദിച്ചാൽ ഇത് തടയാൻ വേണ്ടി അറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ്. കാരണം ഇന്ന് ലോകത്ത് എല്ലാവരും തലയിൽ മുടി വെച്ച ഒരു ഉദാഹരണം അതാണ്. ഞാൻ സമരത്തിന് ഇറങ്ങിയതും അങ്ങനെ തന്നെയാണ്. ലോകത്തെല്ലാ പെൺപിള്ളേരും അമ്മമാരും മുടി വെച്ച് നടക്കുമ്പോൾ ഞാനിന്ന് തലമുട്ട അടിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ കാരണം എന്താ? സോജൻ്റെ തലയിലെ തൊപ്പി ഊരിയാൽ മാത്രമേ ഞാൻ തലയിൽ മുടി വളർത്തുള്ള വാക്ക് പാലിച്ചുകൊണ്ട് എൻ്റെ സമരപ്പന്തലും ഞാൻ തലമുണ്ടനം ചെയ്തതാണ്. ഇന്നും ഞാൻ ആ വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ ഇരിക്കേണ്ട. എൻ്റെ മരണം വരെ ഇങ്ങനെ നടക്കേണ്ടി വന്നാലും എനിക്ക് വിഷമമില്ല, എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ലേ. അത് സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ചിട്ടാണ് ചെയ്തത്. പക്ഷെ ലോകത്ത് ഒരു അച്ഛനമ്മയ്ക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇനി വാളയാർ മക്കൾക്ക് സംഭവിച്ചത് ഇനി ഒരു മക്കൾക്കും ലോകത്ത് ആരും സംഭവിക്കരുത് എന്ന് തന്നെ എല്ലാ ദിവസവും ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ എങ്കിൽ പോലും രാവിലെയും വൈകിട്ടും ഉറങ്ങാൻ പോകുന്നതിൻ്റെ മുമ്പ് രാവിലെ ഉണരുമ്പോഴും ലോകത്ത് ഒരാൾക്ക്, നമ്മളറിയുന്ന ആൾക്കാർക്ക് ആർക്കും ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു എന്ന് എനിക്ക് കേൾക്കാനൊരു ഇടവരരുത് എന്ന് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്.